എ.ഡി.എമ്മിൻ്റെ ആത്മഹത്യയേക്കാൾ വലിയൊരു ദുരന്തമുണ്ടായത് കേരളത്തിന് ഭാവി വാഗ്ദാനമായിരുന്ന നല്ലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ നഷ്ടമാണത്. യഥാർത്ഥത്തിൽ ആ സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത വേണ്ടത്ര ആളുകൾ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തെന്ന് പറഞ്ഞാൽ, ഈ പ്രശാന്തൻ എന്ന് പറയുന്ന പെട്രോൾ പമ്പിന് അപേക്ഷ കൊടുത്തവൻ നിരന്തരം വന്ന് ദിവ്യയോട് നിങ്ങളൊന്ന് വിളിച്ചു പറയൂ എന്ന് പറയുന്നത് ഞാൻ കാണുന്നതാണ്. വിളിച്ചു പറഞ്ഞിട്ട് അത് നടക്കില്ലെന്ന് പറഞ്ഞിട്ട് ദിവ്യ പലതവണ പ്രശാന്തനെ ഒഴിവാക്കിയതാണ്. എന്നെക്കൊണ്ട് ഇനി ഇതാവില്ല, അയാൾ ആവില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ പറയാനാ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് ഒരു ദിവസം പ്രശാന്തം വരികയാണ്. നിങ്ങൾ പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം ഞാൻ പണം കൊടുത്ത് നേടി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അവരുടെ ഇച്ഛാഭംഗം അവരുടെ പേഴ്സണാലിറ്റിക്കല്ല കേടുപറ്റിയത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു പാർട്ടി ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞ് നടക്കാത്ത കാര്യം പൈസ കൊടുത്ത് നേടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ നേതാവിന്, ഒരു ഭരണകക്ഷിയുടെ നേതാവിന്, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ഒരു ഇച്ഛാഭംഗം ചെറുതല്ല. അപ്പം തന്നെ നവീൻ ബാബുവിനെ വിളിച്ചിട്ട് അവർ ശകാരിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അവർ സ്ഥലം മാറിപ്പോയി എന്ന് പറഞ്ഞു. അവിടെ തീർന്ന അപ്പോഴാണ് കലക്ടർ പറയുന്നത് അയാളുടെ യാത്രയപ്പുണ്ടെന്ന് മറ്റൊരു ദിവസം. എന്നാൽ പിന്നെ അതവിടെ പോയി പറയാം, കണക്ക് തീർക്കാം എന്ന് വിചാരിച്ച് പോയി പറഞ്ഞു. അതൊരു അഴിമതിയോട് എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ആർജവമായിട്ടാണ് ഞാൻ കാണുന്നത്.